ഹലോ മമ്മി. ഹലോ. എന്താ ഹലോ കുറച്ച് സ്പീഡ് പറഞ്ഞു പോയല്ലോ. എന്താ അമ്മി ചെയ്യണേ? തേനുവിന് നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ ഇച്ചിരി ഓട്സും കൊണ്ടൊരു പാൻ കേക്ക് മാതിരി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് തേനുവിനുള്ള സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടേ. ഓക്കെ. അവള് കഴിക്കുമോന്ന് അറിയില്ല, അവൾക്കെല്ലാം പൊതുവേ കഴിക്കാൻ മടിയാണ്. അവള് ഭയങ്കര പിക്കി ഈറ്റർ ആണ്. പക്ഷെ ചില സമയത്ത് അവളുടെ മൂഡ് പോലെ ഇരിക്കും. അതെ, ഇതുണ്ടല്ലോ, ഇത് ഓട്സിനകത്ത് മമ്മി ഒരു അരക്കപ്പിന് മേളിൽ 3/4 കപ്പ് ഓട്സ് ഉണ്ട്. അതിൽ ഞാൻ പാലൊഴിച്ച് കുതിർത്ത് വെച്ചേക്കുവാ. ഇതിനകത്തേക്ക് 2-3 കാഷ്യൂ. ഡേറ്റ്സ് ഇവിടെ ഇല്ല, എനിക്ക് 2 ഡേറ്റ്സ് ഇടാം. ഈ പഴത്തിന്റെ പകുതി, ഇത്തിരി മധുരത്തിന് മധുരം ഇതിന്റെ ഉണ്ട്, എന്നാലും ഒരു കുറച്ച് കരിപ്പെട്ടി കുറച്ചിടാം. ഉണ്ടെങ്കിൽ ഇത് കരിപ്പെട്ടി ആട്ടോ, ഷുഗർ അല്ല. അപ്പൊ നിങ്ങക്ക് പിള്ളേർക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ അത് നെയ്യിലിട്ട് ഇതാക്കും. ഓക്കെ, ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ മധുരം വേണ്ട കേട്ടോ. വേണ്ട, ഡേറ്റ്സിന്റെ മധുരവും പിന്നെ പഴത്തിന്റെ മധുരവും ഉണ്ടല്ലോ. പഴത്തിന്റെ മധുരം കാണും, നോക്കിയിട്ടിട്ടാ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മള് ഓട്സ് പാലിൽ കുറുക്കി വെച്ചത് കുറച്ചെടുത്തിട്ട്, കുതിർത്ത് വെച്ചത് നമ്മൾ കുറച്ച് എടുത്ത്, ആഫ്റ്റർ ദാറ്റ് കാഷ്യൂ ഇട്ടു. ബദാം ഉണ്ടെങ്കിൽ ബദാമിന്റെ 2 ബദാം ഉണ്ടായിരുന്നല്ലോ മമ്മി? ഉണ്ടായിരുന്നു, നീ അത് എവിടെയാന്ന് നോക്കണം. ഇത് വലിയ പഴമായിരുന്നു, പകുതി പഴം. ഓക്കെ, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അരച്ചോണ്ട് വരാവേ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ? ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. കുറച്ച്, ഒത്തിരി ഇടണ്ട, വളരെ കുറച്ച്. ഓട്സ് ഇടുമ്പോ അതിനകത്ത് ഒത്തിരി ഉപ്പിട്ടാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അരച്ചോണ്ട് വരാവേ. അരച്ചോണ്ട് വരാന്ന് പറയുമ്പോ അവര് വിചാരിക്കും മമ്മി എവിടെയോ പോയി അരക്കുകയാണ്. മിക്സി തൊട്ടിപ്പുറത്താട്ടോ ഗൈസ്. അത് പക്ഷെ അവിടെ മൊത്തം നമ്മള് കുറച്ച് അൺഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ സ്ഥലം എടുക്കാത്തത്. ഓക്കെ, അപ്പം നമ്മൾ അരച്ചെടുത്ത ഓട്സ് ആൻഡ് പഴം ആൻഡ് കാഷ്യൂ ആൻഡ് ഒരു ഇത്തിരി കരിപ്പട്ടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തു, ബിക്കോസ് ഷുഗർ ഇത്തിരി കുറവായിരുന്നു. പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഷുഗർ കണ്ടെങ്കിൽ അവർ നല്ലപോലെ കഴിക്കും, പ്രത്യേകിച്ച് തേനു, ബിക്കോസ് അവൾക്ക് ഞാൻ ഷുഗർ അധികം കൊടുക്കാറില്ല. അപ്പോൾ അവൾക്ക് എന്ത് ഷുഗർ ഉണ്ടെങ്കിലും അവൾ ഞം 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 എന്ന് പറഞ്ഞ് കഴിക്കും. പക്ഷെ മമ്മിയും കൊടുക്കും, എൻ്റെ അമ്മയും കൊടുക്കും. ഞാൻ കാണാതെ 2 പേരും. ഇല്ല, നന്നായി കൊടുക്കുന്നുണ്ട് മധുരം. ഞങ്ങൾക്ക് പാവം തോന്നുന്നേ. ഞങ്ങൾ പക്ഷെ നമ്മുടെ പിള്ളേരെ കുറച്ച് കൊടുത്തല്ലേ വളർത്തിയത്, എന്നിട്ട് അതോർക്കുമ്പോഴാണ് ഞങ്ങൾ കൊടുക്കുന്നേ. പക്ഷെ നല്ലതല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ കഴിക്കാതിരുന്നാലേ, നമ്മൾ കൊടുക്കുമ്പോ കഴിക്കാതിരുന്നാലേ പിന്നെ കുറച്ച് തനിയെ കഴിക്കാറാകുമ്പോ അവര് കഴിക്കൂലോ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്യണത്. കുറച്ചും കൂടെ കഴിയുമ്പോ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവും. പക്ഷെ എന്നാലും നമുക്ക്, എനിക്ക് പാവം തോന്നും. മമ്മിയും അയ്യോ ഡോൺ ഭയങ്കര ലോലനാ. ഇവളിങ്ങനെ മുഖമൊന്നും ഇങ്ങനെ കാണിച്ചാൽ തന്നെ അയ്യോ കൊച്ചു കരയണ്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ. ഞാൻ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പിന്നെയും കൊടുക്കും കുറച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ബാറ്റർ. ഇനി വെള്ളം ഒഴിക്കണമായിരിക്കും അല്ലേ? പാല് ചേർക്കാം. ഇപ്പൊ നമുക്ക് നല്ല തണുത്ത പാല് ഒഴിച്ചാലോ? കഴിഞ്ഞ ദിവസം അമ്മ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അത് മറ്റേത് വെച്ചിട്ടാട്ടോ, ഗോതമ്പ്. ആ പാൻ കേക്കാ. ഞാൻ കഴിച്ചില്ല, അവള് കഴിച്ചു. അവൾക്ക് പിന്നെ മധുരം ഉണ്ടെങ്കിൽ അവൾക്ക് ഒന്നും വേണ്ട. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ഹെൽത്തി കേട്ടോ. അപ്പൊ നമുക്ക് ഓട്സ് ആണല്ലോ, ഗോതമ്പ് ഇസ് ഓൾസോ ഹെൽത്തി. പക്ഷെ പായം നമ്മൾ കുറച്ച് ഗീ ഒഴിച്ചു. ഒരല്പം ഗീ മതി അല്ലേ അമ്മേ? അല്പം ഉള്ളു എൻ്റെ അകത്ത്, തീർന്നു. നമ്മള് മമ്മി ഗീ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ മമ്മിയുടെ ഫ്രഷ് ഗീ കിട്ടും. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതാ.
നമ്മൾ കുട്ടി കുട്ടിയായിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇങ്ങനെ ഇരിക്കും തേനുവിന് കൊടുക്കാനായിട്ട്. ഈ പാനായ കാരണമാണ് മറിക്കാൻ വെച്ച പാട്. മറ്റേ സാധാരണ പാനില്ലേ, ഈ വക്കില്ലാത്ത പാനില്ലേ, അതായിരുന്നു വേണ്ടത്. ഇതില്ലാത്തതിൻ്റെ പേരിലാണ്. നമുക്കതൊന്നുമില്ല മമ്മി, ഞങ്ങളൊക്കെ ഈ വല്ലപ്പോഴും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ആവശ്യങ്ങളൊന്നും വരാറില്ല. എനിക്ക് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ മമ്മിക്ക് വേണം. അല്ല, അതുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനും ഒരു കംഫർട്ടായിട്ട് വരത്തുള്ളൂ. ഇപ്പൊ ഈ വക്ക് നിൽക്കണമെന്നാണ് മറിക്കാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെ നമ്മൾ വക്കുള്ള പാനിലാണെങ്കിൽ പോലും പാൻ കേക്കൊക്കെ നന്നായി മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഫൈനലി നമ്മൾ ഇത്രയും പാൻ കേക്ക് ഉണ്ടാക്കി, കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക് ഉണ്ടാക്കിയത്. സോ ദാറ്റ് തേനുവിന് പിടിച്ച് കഴിക്കുക എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഗാർണിഷ് ചെയ്യണം കണ്ടിട്ടുണ്ട്. സോ ഞാനും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ നമ്മൾ ഇത്തിരി ഹണി ഒഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവിടെ ഉണ്ടായിരുന്ന 2 ചെറി പ്ലം ആണ്, സോറി, അപ്പോൾ അതും കൂടെ വെച്ചു. ആൻഡ് ഫൈനലി ദ ഗാർണിഷിങ് ഇസ് ഡൺ. സോ ഇതാണ് നമ്മുടെ ഈസി പാൻ കേക്ക്. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ഹെൽത്തിയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.